സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് ഒരു ഉടായ്പ മേക്കപ്പ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ഉടായ്പ മേക്കപ്പ്? ഉടായ്പ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ള മിനിമം ഏറ്റവും മിനിമം പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ഇപ്പം കോണ്ടർ സ്റ്റിക്ക് ഇല്ല, കോമ്പാക്റ്റ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് നമ്മൾ എങ്ങനെ തട്ടിക്കൂട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. സോ എൻ്റെ തട്ടിക്കൂട്ട് മേക്കപ്പിൻ്റെ പ്രോഡക്ട്സ് ഈ ഒരു ബാഗിനകത്താണ് ഉള്ളത്. ഈ ബാഗിനകത്ത് കൊള്ളുന്ന തട്ടിക്കൂട്ട് മേക്കപ്പ് മാത്രമേ ഉള്ളൂ. പ്ലസ് ഇതിൻ്റെ കൂടെ കൊള്ളാത്തത് ഇങ്ങനെ ഒരു ടാൽക്കം പൗഡറും മാത്രം. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആകെ ഈ പ്രാവശ്യം യൂസ് ചെയ്യുന്നത് ഈ ബ്രഷസ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഒരു സ്പഞ്ചും. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഈ ബാഗിനകത്ത് എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു വെറ്റ് വൈപ്സ് ഉണ്ട്, ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, വാസ്ലിൻ, എല്ലാവരുടെ കയ്യിലുള്ള ഒരു സാധനമാണ് വാസ്ലിൻ, പിന്നെ BB ക്രീം. ഇപ്പം എല്ലാവരും കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് BB ക്രീം. പിന്നെ ഐ പെൻസിൽ അല്ലെങ്കിൽ കാജൽ, ലിപ്സ്റ്റിക്, പിന്നെ ഒരു ലിപ് ബാം. ഇത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. സോ നമ്മൾ എങ്ങനെയാണ് ഈ ഉടായ്പ് അല്ലെങ്കിൽ തട്ടിക്കൂട്ട് മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ഈ തട്ടിക്കൂട്ട് മേക്കപ്പ് അല്ലെങ്കിൽ ഉടായ്പ മേക്കപ്പ് അഫോർഡബിൾ പ്രോഡക്ട്സ് ആണ് കേട്ടോ, ഒത്തിരി ഹൈ റേഞ്ചിലുള്ളതല്ല. ഇതൊക്കെ ഒരു 500ന്റെ അകത്ത് വരുന്ന പ്രോഡക്ട്സ് ആണ് ഇതൊക്കെ. ഇതിനൊന്നും കൂടുതൽ റേഞ്ച് അല്ലെങ്കിൽ കൂടുതൽ പൈസ ഒന്നും കൊടുക്കേണ്ടതില്ല. നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഒരു വെറ്റ് വൈപ്പ് എടുത്തിട്ട് മുഖം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു റോസ് വാട്ടർ അല്ലെങ്കിൽ നല്ലൊരു ടോണർ വെച്ചിട്ട് ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഇപ്പം അതൊന്നും ഇല്ല. മോസ്റ്റ്ലി എല്ലാ ഗേൾസിന്റെ കയ്യിലും ഉണ്ടാവും ഈ വെറ്റ് വൈപ്സ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെറ്റ് വൈപ്സ് എടുത്തിട്ട് ഫേസ് എല്ലാം നന്നായി ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. ഓക്കെ, നമ്മൾ ഫേസ് നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മോയ്സ്ചറൈസർ ഞാൻ എപ്പോഴും കൊണ്ട് നടക്കാറുണ്ട്. ഇതാണ് മോയ്സ്ചറൈസർ, അരോമ മാജിക്കിന്റെ ജൂനിപ്പർ ബെറി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇത് ഇവർ പറഞ്ഞ പോലെ തന്നെ, ഈ അരോമ മാജിക് പറഞ്ഞ പോലെ തന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഫ്രീ ആണ്. തീരെ ഓയിലി തോന്നാത്ത ഒരു മോയ്സ്ചറൈസർ, നല്ല അടിപൊളി മോയ്സ്ചറൈസർ ആണ്. ഒരു സിറം പോലെ തന്നെയാണ്. ഇത് നമ്മൾ ആദ്യം ഫേസ് തേച്ചു. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ വേറെ മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ ആ മോയ്സ്ചറൈസർ തേച്ചാൽ മതി. ഏതെങ്കിലും മോയ്സ്ചറൈസർ, നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ മോയ്സ്ചറൈസർ അത് നിങ്ങൾ തേക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ പ്രൈമറും ഒന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അടുത്ത സ്റ്റെപ്പിൽ ഈ BB ക്രീം, നൈക്കയുടെ BB ക്രീം SPF 30 ഉള്ളതാണ്. ഈ BB ക്രീം ഓൾ ഇൻ വൺ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ ആദ്യം എടുത്തു. വേണമെങ്കിൽ അത് നമുക്ക് കൈനകത്ത് ഇടാം, അല്ലെങ്കിൽ ഇതുപോലത്തെ സ്പഞ്ചിനകത്ത് ഇട്ട് വെക്കാം. സോ ഞാൻ ഇതിനകത്ത് സ്പഞ്ചിലാണ് വെച്ചത്. ഇച്ചിരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പഞ്ചിനകത്ത്. ജസ്റ്റ് ഇങ്ങനെ ഫേസ്. ഇപ്പോൾ സ്പഞ്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം, കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് സ്പഞ്ച് വെച്ചിട്ട് ചെയ്യുന്നത് മാത്രം. നമ്മുടെ ഫേസ് ഫുൾ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡാബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഡോണ്ട് ഫോർഗെറ്റ് നെക്ക് എപ്പോഴും നമ്മൾ കവർ ചെയ്യണം. സോ നൗ ഇറ്റ്സ് ഡൺ. ഫുൾ കവറേജിൽ ഞാൻ എൻ്റെ BB ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത യൂസ് ചെയ്യുന്ന കോമ്പാക്ട് പൗഡർ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്വന്തം ടാൽക്കം പൗഡർ. ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന വൈറ്റ് ടോണിൻ്റെ പൗഡർ, ബിക്കോസ് എനിക്ക് സ്മെല്ലുള്ള ടാൽക്കം പൗഡർ തീരെ ഇഷ്ടമില്ല. അപ്പോൾ വൈറ്റ് ടോണിനാണെങ്കിൽ സ്മെല്ലൊന്നുമില്ല ആൻഡ് നല്ല പൗഡറിഷ് ഇതുപോലെയല്ല. അപ്പോൾ ഒരു നല്ലൊരു ടെക്സ്ചർ ഉള്ള പൗഡറാണ് വൈറ്റ്, അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ടാൽക്കം പൗഡറാണോ അത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബ്രഷ് എടുത്തിട്ട് ഞാൻ കംപ്ലീറ്റ് ഈ ടാൽക്കം പൗഡർ എൻ്റെ ഫേസിൽ ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. കൂടുതൽ അടിച്ച് കയറ്റരുത്. ടാൽക്കം പൗഡർ ആണെങ്കിലും ഒരു മിനിമം ലെവലിൽ അടിക്കണം, ബിക്കോസ് നമ്മൾ ഒരുമാതിരി കുമ്മായം വൈറ്റ് വാഷ് ചെയ്ത പോലെ ഇരിക്കും. അപ്പം നമ്മുടെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് കണ്ണെഴുതുക. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മേബ്ലൈൻ്റെ കൊളോസൽ കാജലാണ്.
സോ ഇതെങ്ങനെ നമ്മൾ എഴുതാമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ കണ്ണിൻ്റെ ഉൾഭാഗത്ത് എഴുതി കൊടുക്കുക. ഇനി നമ്മൾ പുറത്ത് ഇങ്ങനെ പുറത്ത് നമ്മൾ എഴുതി കൊടുത്തു. വേണമെങ്കിൽ നമുക്ക് മുകളിലൊക്കെ എഴുതുന്ന ആൾക്കാരാണ്, നമ്മുടെ കയ്യിൽ ഐലൈനർ ഇല്ലെങ്കിൽ, ഐലൈനർ ഇല്ലാത്ത പക്ഷം നമ്മളിവിടെ ഓൾമോസ്റ്റ് ഡൺ. ഇനി നമുക്ക് നമ്മുടെ ഐബ്രോ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വാസ്ലിൻ, ഞാൻ വാസ്ലിനാണ് യൂസ് ചെയ്യുന്നത്. പെട്രോളിയം ജെല്ലി എന്നാണ് ഇതിന് താല്പര്യം പറയാം, വാസ്ലിൻ്റെ കമ്പനി. സോ നമ്മൾ എടുത്ത് നമ്മുടെ ഐബ്രോന്റെ മേലെ ജസ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് സെറ്റായി. അടുത്തത് ഇനി നമുക്ക് കണ്ണിന്റെ ഇവിടെ മസ്കാര ഒന്നും നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതേ വാസ്ലിൻ എടുത്തിട്ട് നന്നായി, കേളർ ഒന്നുമില്ല നമ്മുടെ ഐലാഷ് കേളർ, മസ്കാര അല്ലെങ്കിൽ ഷുഡ് ഡു ലൈക്ക് പ്ലസ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഐ പെൻസിൽ എടുക്കുക അല്ലെങ്കിൽ കാജൽ എടുക്കുക. സെയിം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇതുപോലെ ചെയ്യുക. ഒരു മസ്കാര ഇട്ട പോലെ അല്ലേ. സോ ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്തത് നമ്മുടെ സ്റ്റെപ്പാണ്. ഇപ്പം എൻ്റെ കയ്യിലൊരു ലിപ് ബാം ഉണ്ട്. ആദ്യം നമ്മൾ ലിപ് ബാം എടുത്തിട്ട് നന്നായി, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം ഇസ് ദിസ് വൺ, അലാന നാച്ചുറൽ ലിപ് ബാം ആണ്, ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ. സോ ഞാൻ അതാ യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് എൻ്റെ ലിപ്പിൽ നന്നായി ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സെയിം ലിപ് ബാം എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മേളിൽ ഐ ഷാഡോ എടുത്തില്ല, അവിടെ ഞാനിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ലിപ് ബാം ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു ഐ ഷാഡോന്റെ ബേസ് ഇട്ട പോലെ ഇല്ല. നെക്സ്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക് ആണിത്, നൈക്കയുടെ ലിപ്സ്റ്റിക് ആണ്. നമ്പർ 19 ആണിത്. ഓക്കെ, നൈക്കയുടെ ലിപ്സ്റ്റിക്. ഇതാണ് ഷെയ്ഡ്, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ലിപ്സ്റ്റിക്കിന്റെ കളർ. സെയിം ലിപ്സ്റ്റിക് എടുക്കുക, നമ്മളിവിടെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ ബ്ലഷ് പോലെ യൂസ് ചെയ്യാം. സെയിം അഗെയിൻ ഇതിനകത്ത് നമ്മൾ ഇച്ചിരി പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ വാസ്ലിൻ എടുക്കുക. നോസിന്റെ ഇവിടെ ലൈറ്റായിട്ട്, അല്ലെങ്കിൽ ജോക്കറിന്റെ കൂട്ടിരിക്കും. പിന്നെ കുറച്ച് ഈ ഏരിയയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം. സോ ഡൺ. നമ്മൾ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇത്തിരി എടുക്കുക, കോണ്ടർ ചെയ്യുന്ന പോലെ ഈ സൈഡ് ടു ഈ സൈഡ് ഇത് യൂസ് ചെയ്യാം. ഫിംഗർ വെച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ച് യൂസ് ചെയ്യാം. ഞാനിത് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത് ബ്രഷ് വെച്ചിട്ടാണ്. ഡൺ. ഓക്കെ, എഗെയിൻ നമ്മൾ നമ്മുടെ ടാൽക്കം പൗഡർ എടുത്തു, ഇത്തിരി എടുത്തിട്ട് ഈ ബ്ലെൻഡർ ബ്രഷിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ ബിഗ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇനി നമ്മൾ വിചാരിക്കും ഹൈലൈറ്റർ ഇല്ലല്ലോ, ഇതാണ് നമ്മുടെ ഹൈലൈറ്റർ. ഇതല്ലെങ്കിൽ ലിപ് ബാം വെച്ച് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. സോ ഈ ഏരിയയിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഹൈലൈറ്റർ സാധനം സെറ്റായി. ആൻഡ് നമ്മളൊരു കാര്യം വിട്ടുപോയിട്ടില്ല, ഐ ഷാഡോ സെയിം ലിപ്സ്റ്റിക് എടുത്തിട്ട് ഇനി നമുക്കൊരു ജസ്റ്റ് ഒരു സ്മോക്കി ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്
സ്മോക്കി നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല, സ്റ്റിൽ ഒരു സ്മോക്കി ടച്ച് പോലെ നമ്മൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ നമ്മുടെ കാജൽ തേക്കുക, സെയിം നമ്മുടെ വാസലിൻ എടുത്ത് കയ്യിൽ ഇങ്ങനെ ആക്കുക, നമ്മൾ ഇത്തിരി ഒരു ഡാർക്കിഷ് ഒരു ബ്ലാക്ക് കളർ എടുത്ത് ആൻഡ് സെയിം ഇത് വെച്ചിട്ട് നമ്മുടെ ഐബ്രോസിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ഒരു ഫ്ലോലെസ് ലുക്കാണ്. സോ നമ്മൾ ആകെ ജസ്റ്റ് സിമ്പിൾ തിങ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. വേറെ ഒന്നുമല്ല, BB ക്രീം ഉണ്ട്, പിന്നെ ലിപ്സ്റ്റിക്, പിന്നെ ഒരു കാജൽ, പിന്നെ എൻ്റെ മോയ്സ്ചറൈസർ, ടാൽക്കം പൗഡർ, നമ്മുടെ എന്താ പറയാ ലിപ് ബാം ആൻഡ് ദിസ് വാസലിൻ. ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ഞാനതാ പറഞ്ഞത്, നമുക്ക് ഒത്തിരി സാധനങ്ങൾ വേണമെന്നില്ല. ഒരു ഗുഡ് ഗ്ലാം, ഒരു പെർഫെക്റ്റ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള കണ്ടില്ല, ഇപ്പോൾ കണ്ടില്ലേ ലൈറ്റ് ഇങ്ങനെ വീഴുന്ന കാരണം എൻ്റെ ഇവിടെ കണ്ടില്ലേ ഹൈലൈറ്റ് ഇട്ട പോലെ തന്നെ ഇങ്ങനെ തിളങ്ങുന്ന കണ്ടില്ലേ. സോ ദാറ്റ്സ് വാട്ട് ഐ ആം ടെല്ലിങ് യു. വാസലിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ ക്രിയേറ്റ് മാജിക്സ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു കാര്യം തന്നെ. സോ ഇതുപോലത്തെ രസകരമായ എന്താ പറയാ തട്ടിക്കൂട്ട് അല്ലെങ്കിൽ ഉടായ്പ മേക്കപ്പ് ടിപ്സും പിന്നെ ബ്യൂട്ടി ടിപ്സും എല്ലാം വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രസ് ദ ബെൽ ഐക്കൺ ടിങ് ടിങ് അടിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതിലെല്ലാം യു ക്യാൻ ടോക്ക് ടു മീ, യു ക്യാൻ DM മീ. എൻ്റെ പേര് റോഷ്നി നായർ തന്നെയാണ്. സോ യു ക്യാൻ ജസ്റ്റ് go through my Facebook and Instagram. And definitely ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എൻ്റെ കമൻറ്റ് ബോക്സ് ബിലോ ഉണ്ട്. പിന്നെ give me a thumbs up if you like the video and share with your friends. Okay, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യേ, അല്ലാണ്ട് നിങ്ങൾ മാത്രം കണ്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഷെയർ ഇട്ട്. പിന്നെ എത്രയും പെട്ടെന്ന് എനിക്കുണ്ടല്ലോ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്താ പ്ലീസ്. സോ ഐ എം ജസ്റ്റ് കിഡിങ്. സപ്പോർട്ട് ചെയ്യണം എന്തായാലും. ടു സപ്പോർട്ട് മീ ആൻഡ് ഓൾവേസ് ഐ നോ യു പീപ്പിൾ സപ്പോർട്ട്, എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ ടിൽ ദാറ്റ് ബൈ.